യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് വീട്ടിൽ എത്തിയിട്ടുണ്ട്. വിശേഷങ്ങളൊക്കെ ആയിട്ട് അവിടെ പുതിയ ഹെയർ സ്റ്റൈലാണ്. മുടിയെല്ലാം കുറച്ചധികം കിടക്കുന്ന സ്പ്രിങ്ങുകളെല്ലാം പിടിച്ച് കെട്ടിക്കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ സൈഡും പിടിച്ച് കെട്ടി വെച്ചേക്കുകയാണ്. ബാക്കിലൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലായിടും കെട്ടി വെച്ചേക്കുകയാണ്. പുതിയ ഹെയർ സ്റ്റൈലാണ്. എപ്പോഴും ഇങ്ങനെ കെട്ടിക്കൊടുക്കാൻ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചൂടെടുക്കൂലല്ലോ, അതുകൊണ്ട് എന്നോട് എപ്പോഴും മുടി ഇങ്ങനെ കെട്ടിക്കൊടുക്കാൻ പറയും. പിന്നെ എന്താണ്, ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി. ആയിക്ക് അവധിയായിരുന്നു, അങ്കമാടി അവധിയായിരുന്നു. അയ്യങ്കാളി ജയന്തി ആയതുകൊണ്ട് ഇന്ന് അങ്കമാടിയൊക്കെ അവധിയായതുകൊണ്ട് നമ്മൾ രാവിലെ തൊട്ടേ കുട്ടൻ എണ്ണീറ്റപ്പോൾ തൊട്ടേ കുട്ടനോട് വഴക്കിടുമായിരുന്നു. കുട്ടാ ബാ ബീച്ചിൽ പോവാം, കുതിരയുടെ പുറത്ത് കയറണം, ബീച്ചിൽ പോവാം. അങ്ങനെ വഴക്ക് സഹിക്കാൻ വയ്യാതെ കുട്ട അവളെ ബീച്ചിൽ കൊണ്ടുപോയി. കാപ്പി ബീച്ചിലാണ് നമ്മൾ പോയത്. വെള്ളത്തിലൊക്കെ വെള്ളത്തിലിറങ്ങിയപ്പോൾ വെള്ളത്തിൽ ഒരു തരത്തിൽ കയറത്തില്ല. അങ്ങനെ പിന്നെ കുറേ നേരം നമ്മൾ അവിടെയൊക്കെ ഇരുന്ന് വെള്ളത്തിലൊക്കെ അവർ കളിച്ച്. ഞാനവിടെ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ സൈഡിൽ നിന്ന് കുറേ നേരം ഇരുന്ന് അങ്ങനെ അവൾക്ക് സന്തോഷമായി. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. നമ്മളെന്താ കഴിച്ച്? ബിരിയാണി കഴിച്ച്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പിന്നെ ഇവിടെ വന്നപ്പോൾ 4 മണി കഴിഞ്ഞു. രാവിലെ ഒരു 10-12 മണിയാണൊക്കെ ഞങ്ങൾ പോയത്. നമുക്ക് ബീച്ച് ഇവിടെ അടുത്തായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേ പോവാം. രാവിലെ ഒട്ട് പോകണമെന്നും പ്രതീക്ഷിച്ചല്ല, അവൾ പെട്ടെന്ന് വഴക്കിട്ടതുകൊണ്ട് നമ്മളങ്ങ് പോകാമെന്ന് വെച്ച്. കൊച്ചിൻ്റെ ആഗ്രഹമല്ലേ. അങ്ങനെ ബീച്ചിലൊക്കെ പോയി ഞാൻ വീഡിയോ 1-2 ഇട്ടായിരുന്നു. പിന്നെ ലോങ് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അവിടെ കുറേ ഫോട്ടോഷൂട്ട്, മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട്, മറ്റേ പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് ഒക്കെ നടക്കുമായിരുന്നു. അതിനിടെ ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെന്താക്കളെ, പിന്നെ എൻ്റെ സൈക്കിൾ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ടിരിക്കണ്. പിന്നെ എൻ്റെ ബലൂൺ ഇരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. അത് പൊട്ടിയിട്ടില്ല ഇതുവരെ. ഇതാണ് എൻ്റെ ബലൂണ്. ഇത് പൊട്ടിയിട്ടില്ല. ഞാൻ വള്ളിയെ പിടിച്ചാൽ മതി ബലൂൺ എടുക്കുമ്പോ. പിന്നെന്താ എന്റെ കസേരയുണ്ട്. കസേര ഇരിക്കുകയാണ്. നമ്മളെല്ലാവരും വലിയ കസേര ഇരിക്കുമ്പോൾ അവളുടെ ചെറിയ കസേര ഇരിക്കും. ഇതൊക്കെയാണ് ഇന്ന്. പിന്നെ നമ്മൾ പോയിട്ട് വന്നപ്പോൾ ക്ഷീണമൊക്കെ ആയിരുന്നു. നമ്മൾ കുറച്ചു നേരം കിടന്നുറങ്ങി. അവളും കിടന്നുറങ്ങി, ഞാനും ഇച്ചിരി നേരം കിടന്നു. പിന്നെ ഞാൻ എഴുതിയിട്ട് എൻ്റെ ജോലിയൊക്കെ തുടങ്ങി. പിന്നെ രാത്രി നമുക്ക് വന്ന് എടുക്കണം, ഫുഡൊക്കെ ചെയ്യണം. ഉച്ചയ്ക്കൊന്നും പുറത്തുനിന്ന് കഴിച്ചുകൊണ്ട് നമ്മൾ രാത്രിത്തേക്ക് വല്ലതും ഉണ്ടാക്കണം. അതിനിടയ്ക്ക് ഞാൻ വിചാരിച്ച് വേഗം ഒന്ന് വീഡിയോ എടുത്തിട്ട് പോവാം. എന്നിപ്പോൾ വീഡിയോ ആയിട്ട് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കും ഒരു സന്തോഷമാവും. സൂപ്പർ 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 കാണിച്ച്. സൂപ്പർ. പിന്നെന്താ, കുട്ടൻ്റെ കസേരയുണ്ട്, അമ്മയുടെ കസേരയുണ്ട്, വെള്ള കസേരയുണ്ട്, ചുമപ്പ് കസേരയുണ്ട്, അമ്മയുടെ കസേരയുണ്ട്, എൻ്റെ കസേരയുണ്ട്. അതിലാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ
കസേരയിലാണ് ഞാൻ ഇരിക്കുന്നത്. അമ്മയുടെ കസേരയിലാണ് അമ്മ ഇരിക്കുന്നത്. അപ്പം വേറെ എന്താണ് വിശേഷം? ഇന്നലെ ഇട്ട വീഡിയോക്കൊന്നും വലിയ വ്യൂവേഴ്സ് ഇല്ലായിരുന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കണ്ടന്റ് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമുക്കതിനുള്ള ഒരു സാഹചര്യം ഒന്നും കിട്ടാറില്ല. എന്റെ ജനലുണ്ട്. സൺഡേ മൺഡേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് സാറ്റർഡേ അങ്ങോട്ട് പോലെ വെള്ളം ഉണ്ടാവുമോ? ABCD പറഞ്ഞേ. വെള്ളത്തിന് പറയാം. ഗുഡ് ഗുഡ് ഗുഡ്. 1 2 3 പറഞ്ഞേ. ചിങ്ങക്കഞ്ഞി പറഞ്ഞേ. കന്നി. ധനു. മകരം. കർക്കിടകം കേട്ടോ. അത് കഴിഞ്ഞാൽ നേരെ കർക്കിടകത്തിലാണ്. അതിനിടയ്ക്കുള്ള മാസങ്ങളൊന്നും നമുക്ക് ഇഷ്ടമല്ല. മീനമ്മയുടെ ഇടവൊന്നും നമുക്ക് ഇഷ്ടമല്ല. നേരെ കർക്കിടകത്തിലങ്ങ് പോയി. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. ടക്കട എങ്ങനെ ടക്കട. അപ്പൊ പിന്നെന്താണ്? ജോണി ജോണി എസ് പപ്പ പഠിക്കും. പിന്നെ ഞാൻ വണ്ടി എടുക്കാൻ പോവാണ്. എനിക്ക് സമയമില്ല. അപ്പൊ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ? വേണ്ടേ? ഇതെന്തോ പറയാനുള്ളേ? അപ്പൂന്റെ ഹെൽമെറ്റ് ഉണ്ട്. പിന്നെ അപ്പം ഞങ്ങള് കിച്ചണിൽ ഞാൻ അടുപ്പില് കുറച്ച് സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ചെറിയ കിച്ചണാണ്. പാത്രമൊന്നും വെക്കാൻ വലിയ സ്ഥലമൊന്നുമില്ല. ചെറിയൊരു കിച്ചണാണ്. പാത്രമൊക്കെ ഞാൻ വിറകടുപ്പ് യൂസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അതിൻ്റെ മണ്ടയ്ക്ക് വെക്കും. ചെറിയൊരു കിച്ചണാണ്. അപ്പം ഇത് പിന്നെ ഞങ്ങളുടെ ഹാളിൽ ഇരുന്നാണ് ഞാൻ വീഡിയോ കൂടുതൽ എടുക്കുന്നത്. സിലിണ്ടർ വന്നത് അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. അതിയുടെ ടോയ്സ് താഴെ ഇരിക്കൊണ്ട് കസേരയിൽ കവറിൽ നിറയെ ടോയ്സാണ്. ടോയ്സിൻ്റെ ആയി സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കടയുടെ കലണ്ടർ. പിന്നെ വാഷ് ബേസിൻ്റെ ആ സൈഡിലായിട്ടാണ് TV വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് 2 ബെഡ്റൂമാണുള്ളത്. ഇതൊരു ഭിത്തി അലമാരി.
ഇതല്ലാത്ത ഒരു കബോർഡ്, ഇത് ജനൽ, 2 വിൻഡോ ഉണ്ട്. നമ്മുടെ ബെഡ്, ഇനി ഒരു റൂമും കൂടിയുണ്ട്. ഒരു റൂം കൂടെ കാണിച്ചു കൊടുത്തോ മക്കളെ? ആ, ഒരു റൂം കൂടെ കാണിച്ചു കൊടുക്കാം നമുക്ക്. ഒരു റൂമും കൂടിയുണ്ട്. അവിടെ നമ്മൾ തുണിയൊക്കെ ഇങ്ങനെ ഇട്ടേക്കും. ഫാനിടാം. ഇതാണ് നമ്മുടെ ഒരു റൂം കൂടി ഉള്ളത്. ബാത്റൂം, അകത്തൊരു ബാത്റൂമേ ഉള്ളൂ. അമ്മ അവിടെ ഫാനിടാം. അമ്മ പോ. ഇത് കിച്ചൻ്റെ സൈഡിലോട്ട് പോകുന്നത്. ഇത്രയാണ് നമ്മുടെ ഒരു കുഞ്ഞ വീട്. ഇതുവഴി ഫ്രണ്ടിലോട്ട് ഇറങ്ങുന്നത് ഇതുവഴി വാതില്. വാതിലിൻ്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് മുറ്റമൊന്നും ഇല്ല, തീരെ ചെറിയ മുറ്റമാണ്. കാണിച്ചു കൊടുക്കും. ഇതാണ് നമ്മുടെ റോഡ് സൈഡിൽ തന്നെയാണ് വീട്. നമ്മുടെ ഗേറ്റ്, ഗേറ്റിൻ്റെ ഇവിടെ നിന്ന് ഫ്രണ്ട് ഗേറ്റ്. ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഈ മുറ്റം എന്ന് പറയുന്നത് ഇത് ഈ ഒരു സ്പേസേ ഉള്ളൂ നമുക്ക് മുറ്റം. റോഡ് മുറ്റമായിട്ട് വലിയ ഡിസ്റ്റൻസ് ഇല്ല. കയറിയോ? അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു വീട്. ഇത് നമ്മുടെ റോഡ്. റോഡിൽ വെട്ടം ഉള്ളതുകൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റും. സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് നല്ല വെട്ടമുണ്ട്. നമ്മൾ വെട്ടം ഇട്ടില്ലെങ്കിൽ നല്ല വെട്ടമാണ്. ഇത് നമ്മുടെ ഓണറിൻ്റെ വീട്, ബൈക്കിൽ കാണുന്നത്. ഈ ഗേറ്റ് ഇങ്ങനെ തള്ളിയാണ് തുറക്കേണ്ടത്. നമ്മൾ വന്നപ്പോൾ നല്ല ടൈറ്റായിരുന്നു ഈ ഗേറ്റ് തുറക്കാനെ കൊണ്ട്. പിന്നെ നമ്മൾ ആ പെണ്ണയൊക്കെ ഇട്ട് ശരിയാക്കി. പിന്നെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അയാളുടെ ചെരുപ്പെല്ലാം അടുക്കിയാണ് വെക്കുന്നത്. നമുക്ക് ഭയങ്കര നിർബന്ധമാണ് ചെരുപ്പൊക്കെ അടുക്കി വെക്കണം എന്നുള്ളത്. ചെരുപ്പ് അടുക്കി വെക്കണം. നമുക്ക് ഭയങ്കര നിർബന്ധം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വൈൻഡപ്പ് ചെയ്യണം. ബൈ.